ഈ അധ്യായത്തിന്റെ ആവശ്യത്തിലേക്കായി ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ മണ്ഡലവും 243 അനുച്ഛേദം ബി ഖണ്ഡത്തിന് കീഴിൽ ഒരു ഗ്രാമമായി നിർവചിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഭരണഘടനയിലെ 243 ജിയിലാണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഗ്രാമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നിയമസഭ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഗ്രാമസഭയും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കേൾക്കാമല്ലോ അല്ലേ? ശരി ശരി. അപ്പോ അടുത്തത്, ഗ്രാമപഞ്ചായത്തിന്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ അംഗങ്ങളും ചേർന്ന് അപ്രകാരം ഒരു ഗ്രാമസഭ ഉണ്ടായിട്ടുള്ളതായി കരുതപ്പെടുന്നതാണ്. അതിൽ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ ഗ്രാമസഭയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞാൽ, ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ ആരൊക്കെ പേര് ചേർത്തിട്ടുണ്ടോ അവരെല്ലാവർക്കും ഗ്രാമസഭയിൽ പങ്കെടുക്കാം. അവിടെ താമസക്കാരനാണെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഗ്രാമസഭ എത്ര തവണ കൂടണം? ഗ്രാമസഭ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭയുടെ കൺവീനർ പഞ്ചായത്ത് പ്രസിഡന്റുമായി കൂടി ആലോചിച്ച് നിശ്ചയിച്ച സ്ഥലത്തും തീയതിയിലും യോഗം ചേരേണ്ടതും, യോഗം ചേരുന്ന വിവരം ഒരു പൊതു നോട്ടീസ് മുഖാന്തരം ഗ്രാമസഭയുടെ കൺവീനർ ഗ്രാമസഭാ അംഗങ്ങളെ അറിയിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് ഗ്രാമസഭയുടെ കൺവീനർ, അതായത് വാർഡ് മെമ്പർ, ആ ഗ്രാമസഭയിലെ അംഗങ്ങളെ പൊതു നോട്ടീസ് മുഖാന്തരം അറിയിക്കണം. എത്ര ദിവസം മുമ്പേ അറിയിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിന് എന്തുണ്ട്? ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ഒരു ചട്ടം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗ്രാമസഭയെ കുറിച്ചുള്ള പ്രത്യേക ചട്ടം എന്താണെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ച് അത് എടുക്കുകയോ ചെയ്യണം. പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള യോഗത്തിൽ ഗ്രാമസഭയുടെ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും നിയമസഭാ അംഗത്തെയും നിർബന്ധമായും വിളിക്കണം. ആരെയൊക്കെ വിളിക്കണം? MLA വിളിക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെ വിളിക്കണം, ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ വിളിക്കണം, പിന്നെ പ്രസിഡന്റിനെ വിളിക്കണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഏതെങ്കിലും ഗ്രാമസഭയിൽ 10% കുറയാതെയുള്ള അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യത്തോടൊപ്പം നൽകിയിട്ടുള്ള കാര്യപരിപാടിയോടുകൂടി ഗ്രാമസഭയുടെ പ്രത്യേക യോഗം കൺവീനർ 15 ദിവസത്തിനകം വിളിച്ചു ചേർക്കേണ്ടതാണ്. അത് ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞത്, 2 തവണയും ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മുടെ 4 വിരല് മുകളിലേക്ക് നീർത്ത് വെച്ചാൽ നമുക്ക് 1 വർഷത്തെ ഗ്രാമസഭയുടെ എണ്ണം കിട്ടും. അപ്പൊ 1 വർഷത്തെ ഗ്രാമസഭ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞത് 4 തവണ നടത്തും. അപ്പൊ 4 വിരലുകൾക്കിടയിൽ 3 സ്പേസ് ഉണ്ട്. അപ്പോ 10% കുറയാത്ത ആളുകൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 3 പ്രത്യേക ഗ്രാമസഭ കൂടാം. 5 വിരലൊന്ന് ഉയർത്തി കാണിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ 1ാമത്തെ ഗ്രാമസഭ വരും, അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ഗ്രാമസഭ വരും. അപ്പൊ ഈ സാഹചര്യത്തിൽ 1 വർഷത്തിൽ 4 ഗ്രാമസഭ സാധാരണ ഗ്രാമസഭയും 4 ഗ്രാമസഭ പ്രത്യേക ഗ്രാമസഭയും നടത്താവുന്നതാണ് എന്ന് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണം. ക്ലാസ്സിൽ വരുന്നവർ മനസ്സിലാക്കണം. ഓക്കെ, ഗ്രാമസഭ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും, അത് നമ്മൾ പറഞ്ഞല്ലോ. എന്നിരുന്നാലും അപ്രകാരമുള്ള പ്രത്യേക യോഗം വിളിച്ചു കൂട്ടുന്നത് 2 സാധാരണ ഗ്രാമസഭ ഇടയിൽ ഉള്ള കാലാവധിയിൽ ഒരിക്കൽ മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാസത്തിൽ ഒന്നേ പാടുള്ളൂ എന്നല്ല. അപ്പൊ സാധാരണ ഗ്രാമസഭ മാസത്തിൽ 1 നടത്താം. അപ്പോൾ സാധാരണ ഗ്രാമസഭ മാസത്തിൽ 1 നടത്തുന്നെങ്കിൽ 2 മാസത്തിന്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ ഗ്രാമസഭയെ നടത്താം. അത് ആ സെന്റൻസിന്റെ അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, ഗ്രാമപഞ്ചായത്തിന്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗം ആ ഗ്രാമസഭയുടെ കൺവീനർ ആയിരിക്കും. അപ്പോ വാർഡ് മെമ്പർ ആരായിരിക്കും? കൺവീനർ ആയിരിക്കും. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ കൺവീനർക്ക് തന്റെ കടമകൾ നിർവഹിക്കുന്നതിന് ശാരീരികമായോ മറ്റു തരത്തിലോ പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ
പ്രസിഡന്റ് തൊട്ടടുത്ത ഏതെങ്കിലും നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗത്തെ കൺവീനർ ആക്കാവുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള വാർഡ്